ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ചക്ക ഇട്ടാലോ? നമുക്കിത് ധാരാളം ചക്ക ഉണ്ട് കേട്ടോ. ഇതിൽ വഴിക്കല്ല കൂടെയാണ്. അപ്പം നമുക്ക് നോക്കാം വിളഞ്ഞിട്ടുണ്ടോ. കഴിക്കാനാണ്, കറി വയ്ക്കാനായിട്ട്. ഇത് പഴുത്തിട്ടൊന്നുമില്ല, ധാരാളം ചക്ക ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. മറ്റേ പ്ലാവിലുണ്ടായതൊന്നും നമുക്ക് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ സമയത്ത് നല്ല വെയിലായിരുന്നു. എല്ലാം ഒരുമിച്ച് വാടി വീണ്. അതുകൊണ്ട് നമുക്കിടാൻ എല്ലാം ഇട്ടെടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ പിന്നെ കിളി തിന്ന് അവരും തിന്നണമല്ലോ. അപ്പം നമുക്കിതിൽ ഉണ്ടോയെന്ന് നോക്കാം, നമുക്കിടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ എല്ലാം കുഞ്ഞാണ്, പറഞ്ഞ് ഇട്ട് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് കണ്ടിട്ട് വിളയാത്ത പോലെ തോന്നുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഉമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു ചക്ക എടുത്തുകൊണ്ട് വരാം. ഇത് നമുക്ക് കുഴയ്ക്കാം. അപ്പം നമുക്ക് അതാവാലോ വീഡിയോ. അപ്പോൾ നമ്മളിത് ഉമ്മയുടെ വീട്ടിൽ നിന്ന് ചക്കയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നല്ല മഴയായതുകൊണ്ട് നമുക്ക് അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി ചക്ക കെട്ടിപ്പൊളിച്ച് കുഴയുണ്ടാക്കാം. നോക്കട്ടെ, വറുക്കാനും പറ്റുമെങ്കിൽ ഇച്ചിരി വറുക്കുകയും ചെയ്യും. ഇച്ചിരി വലിയ ചക്കയാണ്. അപ്പോൾ അതായത് നമ്മൾ കറമ്പനോട് വാദിക്ക് വന്നിപ്പുണ്ട്. സുന്ദരന് ഇതുവരെ വന്നിട്ടില്ല, കുഞ്ഞുങ്ങൾ കൂടിനകത്താണ്. അപ്പോൾ ചക്ക മുറിക്കാം. ഞാനത്ര എക്സ്പെർട്ടൊന്നും അല്ല ചക്ക മുറിക്കാൻ. അങ്ങോട്ടില്ല ഇങ്ങോട്ടുമില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അപ്പോൾ എത്ര നോക്കിയിട്ടും പൊളിക്കാൻ പറ്റില്ല ഗൈസ്. ഈ പാട്ടിൽ തന്നെ ഇനിയും വീഴുവാണെങ്കിൽ ഒരു വികാരമില്ല, മധുരമില്ല. വെള്ളം കയറിപ്പോയി, നല്ല മഴയല്ലായിരുന്നു. കറി വെക്കാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് വറുക്കാൻ പറ്റത്തില്ല. അപ്പം ഇനി അടുത്ത വെട്ട് നോക്കാം. പോന്ന് അരങ്ങ് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇനി അടുത്ത വെട്ട് സിമ്പിൾ. ഇത്തിരി മതിയാണ്. ഇടി വെക്കുന്നു കൂടിനകത്താ. എന്താ എന്താ എൻ്റെ ഒച്ചയായിട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നോളൂ. ചക്ക വേണ്ടടാ. കുറച്ച് നമുക്ക് വെട്ടിപ്പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കാം. എല്ലാം ചെയ്യണം, സെറ്റാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാൻ നേരത്തെ തന്നെ മഴ എത്തില്ല. അത് വെയിലത്തൊക്കെ കുറച്ച് വാട്ടി ചക്ക വാട്ടി വെക്കത്തില്ലേ, വർഷകാലത്തേക്ക് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നേരത്തെ നമ്മളൊരു പ്ലാവ് ഉണ്ടായിരുന്നപ്പോൾ വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മളൊരു പ്ലാവിലും ചക്കയെല്ലാം ഒരേ സമയത്ത് തന്നെ പഴുത്ത് വാടി വീണു. അതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടല്ലോ. നമുക്കിത് ഇത്രയൊക്കെ മതിയാവും. ബാക്കി നമുക്ക് അകത്തേറ്റായിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് മഴക്കാലം ഈ ചക്കൊക്കെ തീർന്നു കഴിയുമ്പോൾ ഒരു ദിവസം കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്കെടുത്ത് കഴിക്കാം. അത്ര വലിയ പാടൊന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. ഞാൻ കൊണ്ടുവന്ന് അപ്പം തന്നെ ഇതങ്ങോട്ട് കഴുകിയിട്ടാണ് ഞാൻ അകത്തോട്ട് എടുത്തത്. അപ്പോൾ പിന്നെ മണ്ണൊന്നുമില്ല, നല്ല ക്ലീനാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇല്ല, വലിയതായിട്ട് ഒട്ടലില്ല. നമുക്കിതിങ്ങനെ മുറിച്ചെടുത്തിട്ട് കൈയൊക്കെ സൂക്ഷിക്കണം, എൻ്റെ കൈ പിടിച്ചുകൊണ്ട്. അമ്മേ ആ പിച്ചാത്തിങ്ങാന്ന് നമ്മൾ
വിചാരിച്ച പോലെ അല്ല, ഇച്ചിരി പശയുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ തൂക്കാം. അതിൻ്റെ നാമേ പച്ചമുളക്. ശർമ്മ പറഞ്ഞേ ആ റംബൂട്ടാൻ ഈ ഇപ്പറ വാദിക്കാൻ നടാന്ന് അവിടെ വെക്കട്ടെ. പരിസ്ഥിതി ദിനല്ലേ, അപ്പം നമുക്ക് 1-2 മരങ്ങളൊക്കെ നടാം. അപ്പം നമ്മളുടെ JCB വന്നിട്ട് നമ്മൾ റംബൂട്ടാൻ മരം പറിച്ചു വെച്ചിട്ട് മണ്ണാടെ പൊക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അത് നമുക്കിത് നടാം. ശർമ്മ വരട്ടെ. അപ്പം കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവൻ വന്നു കഴിയുമ്പോൾ അവൻ വന്നു കഴിയുമ്പോൾ നമുക്ക് നടാം. ആളിത് സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നടാനായിട്ട്. അപ്പം അവനെ കൂടെ തന്നെ നടിയിക്കാം പരിസ്ഥിതി. അപ്പം എല്ലാവരും പറ്റുന്നവരൊക്കെ മരങ്ങളൊക്കെ നടണം കേട്ടോ. നമുക്കിനി മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ പ്രകൃതി വളരെയധികം ബോധിക്കും. അത് ഇങ്ങനെ അടത്തി എടുക്കുക. എന്നിട്ട് അടുക്കള കൊടുത്ത് ഇങ്ങനെ അടത്തി തിന്നാം. സൂസി ഇങ്ങോട്ട് വാ. പിഞ്ചൊക്കെയാണ് കേട്ടോ. അതാണ് ഇതേ ഞാൻ വിചാരിച്ച് വിളഞ്ഞതാണ്. തീരെ പിഞ്ച. വെള്ളം കയറി എടുക്കുക. വിളഞ്ഞാന്ന് വിചാരിച്ചാണ് എടുത്തത്. കഴിഞ്ഞ വർഷം ഉമ്മയുടെ വീട്ടിൽ ഈ ഇത് 2-3 പ്രാവശ്യമായിട്ട് അവിടെ കായ്ക്കുന്നതാണ്. അപ്പം ഇതിൽ ഒറ്റ ചോള 2 ചോളയൊക്കെ ഇത്രയും വലിയ ചക്ക ഉണ്ടെങ്കിൽ 1 ചോളയും 2 ചോളയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ ചെന്ന് അപ്പം എന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ ഓരോന്നും പറയുമല്ലോ, അങ്ങനെ ഇതായിരിക്കും എന്താണെന്നറിയില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ വെട്ടലും എടുത്തുകൊണ്ടിരുന്നു. പ്ലാവിനെ പേടിപ്പിച്ച ചക്ക ഉണ്ടാവും എന്ന് പറയല്ലേ. അങ്ങനെ ഞാൻ പറയാം നമുക്ക് ഇത് വെട്ടിക്കളയാം എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം അങ്ങനെ ചെയ്തായിരുന്നു. പക്ഷെ ഇത്തവണ ഇത് നല്ലതായിട്ട് തന്നെ ഉണ്ടായില്ലേ. നിറയെ വെള്ളം കയറി. വെള്ളം മൊത്തം ചക്കിക്കുന്നു കേട്ടോ. അതുകൊണ്ട് അത്ര ടേസ്റ്റ് കാണത്തില്ല കുഴച്ചാൽ. എന്തേ ഡാ കല്ലു സുന്ദരാന്ന് വെച്ചാൽ നോക്കുള്ളൂ. ഇപ്പം അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടോ. ഞാൻ ആ ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ ആർക്കും വല്ല എനക്കൊണ്ടെന്ന് നോക്കി ഒരു കുഴപ്പമില്ല. ആരും ഇല്ലെങ്കിൽ അവർ ഭയങ്കര ഇടിയായിരുന്നു. ഈ സമയത്തൊക്കെ റോഡിൽ കിടന്ന് മെയ്യേണ്ട ആളുകളല്ലേ. മഴ കാരണം ഞാൻ പിടിച്ചങ്ങോട്ട് പൂട്ടിയിട്ടേച്ച് വളരെ സുരക്ഷിതമായിട്ട് അവിടെ കിടന്നോളൂ. വഴിയോട് പോണവരെ പേടിപ്പിക്കത്തുമില്ല. ഇതാ നല്ല കാര്യം. ചക്ക വേണാടാ, ചക്ക വേണം. എന്നിട്ട് ചക്ക തിന്നോ? എന്നാ തിന്നു നോക്കിക്കേ. അവന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത്രയും ചക്ക സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പകുതിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു പകുതി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വറുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. വറുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം അപ്പുറത്ത് ഉമ്മായിക്കും അപ്പുറത്തൊക്കെയാണ് കൊടുക്കണത്. അപ്പോൾ ഇനി ഉമ്മായിക്ക് വേണ്ട, അവിടെ നിന്ന് കൊണ്ടുവന്നാലും ആർക്കെങ്കിലും വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് അടുത്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം. അപ്പം നമുക്കിത് കഴിച്ചിട്ട് ഇതിന് ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ. ആവശ്യത്തിന് കഴിക്കുന്നത് മാത്രമുണ്ട്. അപ്പം നമുക്കിനി ഇത് കുറച്ചെടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കാനാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒത്തിരി ബൈക്കിലായിപ്പോയിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ എന്താ സ്നാക്സ് ഉണ്ടാക്കുന്നത് അതും കൂടെ വീഡിയോ ഇടാം കേട്ടോ. അതല്ല എന്താ ഒറ്റ ചോദ്യം മതി. ഇങ്ങനെ എടുക്കുക, ചെത്തിക്കളയുക, ഇതും ചെത്തിക്കളയുക. ഇത് രണ്ടും നമുക്ക് ചെത്തിക്കളയാം. ഈ വശം ചെത്തിക്കളയാം, ഈ വശം ചെത്തിക്കളയാം.
ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് ചെത്തിക്കളയണം, ചെത്തിക്കളയണം. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഒന്നും കൂടെ കാണിക്കണതേ. ഞാൻ ആർക്കെങ്കിലൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ അത് കളഞ്ഞ് മീൻ മുള്ളു വശങ്ങൾ ഓരോ പീസ് എടുത്തിട്ട് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരി, നമുക്ക് വാ കുക്ക് ചെയ്യാം. ഈ എടുത്തിട്ടുണ്ട് കൈ നിറയെ. അങ്ങനെ നമുക്ക് ചായക്കാനുള്ള സാധനങ്ങൾ ഒതുക്കിയെടുക്കാനുള്ള ചതയ്ക്കാനുള്ള മഞ്ഞൾപ്പൊടി, തേങ്ങ. ഇത്രയും തേങ്ങ വേണ്ട, തേങ്ങ കൂടുതലുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് എടുക്കുന്നേ ഉള്ളൂ. അതേ നമ്മുടെ സ്വന്തം കാന്താരിമുളക്. വെളുത്തുള്ളി ഇച്ചിരി കൂടുതൽ എടുക്കണം കേട്ടോ. ഇപ്പോൾ കറണ്ട് പോയാലാന്ന് വിചാരിച്ചിട്ട് നമ്മളത് നേരത്തെ അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഴുകി എടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് കഴിച്ചല്ലേ, ഓറഞ്ച് ക്ലീൻ ചെയ്തതിൽ കഴുകണ്ടെന്നൊക്കെ പറയും, എന്നാലും ഞാൻ കഴുകുവാണ് കേട്ടോ. അമ്മോ എന്തോ ഒരു ബഹളവാ. 3 പേരും കൂടെ അയച്ചു വിടാനായിട്ടാണ്. 3 അല്ല 4 പേര്. അതേ നമുക്കിത് ഇത്രയുണ്ട്. എന്ത് വരുമ്പം കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിക്കും. ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി, അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വേണ്ട അതിനകത്ത്. 2 വിസിൽ, 2 മതിയായിരിക്കും, നോക്കാം. ഞാനിങ്ങനെ കുക്കറിനകത്ത് വെച്ചിട്ടില്ല, അടുപ്പത്ത് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ കണ്ടുകൊണ്ടല്ലേ ചെയ്യണത്. അപ്പോൾ 2 വിസിലടിച്ച് നമുക്ക് ഓഫ് ചെയ്യാം. ഒന്നിരിക്കട്ടെ, ഇച്ചിരി നേരം ഇരിക്കട്ടെ. അപ്പം നമ്മളതേ സമയത്ത് ഒതുക്കി ചായച്ചുകൊണ്ടിട്ടുണ്ട്. മിക്സിയിലിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചായച്ചെടുത്തേക്കണം. പച്ചമുളക്, കാന്താരി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്തിട്ട് ഇത്രയും ചെയ്താലേ നമുക്ക് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ജീരകം ഇഷ്ടമില്ല, ചക്കയ്ക്ക് ചേർക്കുമെന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ ഇടാത്ത കാരണം നമുക്ക് അറിയത്തില്ല ചക്കയ്ക്ക് ജീരകം ചേർക്കുമെന്ന്. അപ്പം ഒരു ജസ്റ്റ് 2 സെക്കൻഡ് കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇതിൻ്റെ ആവിയൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ചക്കയിടുക, അരപ്പിടുക, ഇതിരിച്ച് ഇപ്പോൾ 2 വിസിലും അടിച്ചു. അതിൻ്റെ ആവി പോകാനായിട്ട് വെയിറ്റ് ചെയ്തേ. ഓപ്പൺ ചെയ്യാം. പിന്നെ പാകത്തിന് വേണ്ട നമുക്ക് ഇളക്കാം. നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. നമുക്ക് അരച്ചേക്കണം, അരപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ കുഴച്ചിളക്കി ഉടച്ചെടുക്കും. അമ്മേ, ഇതിനകത്ത് ചക്കക്കുഴക്കകത്ത് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടച്ചു. അപ്പം ജസ്റ്റ് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി എടുക്കാം, ഓഫ് ചെയ്തിട്ട് കഴിക്കാം. കാണുന്നുണ്ടോ? അപ്പം നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ ചക്കക്കുഴ സെറ്റായിട്ടുണ്ട്. നമ്മൾ ചൂടൊക്കെ പാനിൻ്റെ താഴെ വെച്ചാൽ വീഡിയോ ആണ്. അച്ചാർ മുക്കുന്നു. പറയണ്ടല്ലോ, നാച്ചുറൽ ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുഴ. ആരെങ്കിലും ഉണ്ടാക്കി തന്നെങ്കിൽ നല്ലതൊന്നും കൂടെ നല്ലതല്ലേ, ക്ലീനൊക്കെ ചെയ്ത് തരികയാണെങ്കിൽ. അപ്പം എൻജോയ്.
സൂപ്പറാണ്. എനിക്ക് ഇതിൻ്റെ കൂടെ കട്ടത്തൈരില്ലേ, പുളിയില്ലാത്ത അത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചിട്ട് ഉപ്പിട്ട് മാത്രം അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിച്ചാൽ. കഴിക്കുന്നവരൊക്കെ അങ്ങനെ ചെയ്തു. ചക്ക കണ്ടപ്പം കിളുന്തിയൊക്കെ പോലെ തോന്നിയായിരുന്നു, പക്ഷേ സെറ്റാണ് കേട്ടോ, അടിപൊളിയാണ്. എന്നിട്ട് വെന്തപ്പം അതിൻ്റെ ആ ഒരു പ്രശ്നം അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ കാന്താരിയാണ് ഹൈലൈറ്റ്. കാന്താരി ഇട്ട് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട്. എന്നിട്ട് ഇന്ന് എല്ലാവരും കൊതിപ്പിക്കാമല്ലോ. അപ്പം എല്ലാവരും ചക്ക കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇപ്പോൾ ഉള്ളത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ. ഇപ്പം ഫ്രിഡ്ജിലൊക്കെ ഫ്രീസറിലൊക്കെ കുരുവൊക്കെ കളഞ്ഞ് എയർ ടൈറ്റായിട്ടൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് ചക്ക തീരുന്ന സമയത്തൊക്കെ എടുക്കാം. ഞാൻ അങ്ങനെ എടുത്ത് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ചെറിയ ചക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറേ ചക്കക്കുരു വീണെടുപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് പെറുക്കിയിട്ട് അത് നമുക്ക് പിന്നീടുള്ള സമയത്തേക്ക് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, മൂടക്കിടുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം വീഡിയോ ഒന്നും ചെയ്തില്ല, ഞാൻ എടുത്തു വെച്ചായിരുന്നു. അത് 1 വർഷത്തോളം ആ ചക്കക്കുരു കേടാകാതെ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ എടുത്തുള്ളായിരുന്നു. പിന്നെ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വന്ന് മഴ വന്ന് നനഞ്ഞ് വീണ്ടും അത് കിളുത്ത് പോയി. അങ്ങനെ പോയത്, അല്ലാതെ കെട്ടുപോയി അങ്ങനെ പോയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അതും കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ. അപ്പോൾ ബാക്കി കൂടി കഴിക്കട്ടെ. ചിലർക്ക് ഇത്രയും വേഗം ഇഷ്ടമല്ലായിരിക്കും. പിന്നെ കഞ്ഞിൻ്റെ ഒക്കെ കഴിക്കാനായിട്ട് ഇത്തിരി കൂടി വേവ് കുറച്ചെടുക്കണമായിരിക്കും നല്ലത്. എനിക്ക് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് കിട്ടുന്ന ഇഷ്ടം. ചക്ക കഷ്ണമായിട്ട് കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ ശർമ്മ ഇല്ലല്ലോ, ശർമ്മ ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ അവൻ തിന്ന് കാണിച്ചു തന്നെയായിരുന്നു. അവൻ അടിപൊളിയായിട്ടൊക്കെ കഴിക്കാനൊക്കെ അറിയാം. എനിക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ തിന്നുന്ന വീഡിയോ ഇടുന്നത്. പക്ഷെ ഇന്നലെ തിന്നുന്ന വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പം ഞാനോട് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, എല്ലാവരും നല്ല അഭിപ്രായമാണല്ലോ പറഞ്ഞ ആ വീഡിയോക്ക്. അത്യാവശ്യം എല്ലാവരും കൊതിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനടുത്ത് തിന്നുന്ന വീഡിയോ ഇടാം. എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ട്. നേരത്തെ ആൾക്ക് ഞാൻ തിന്നുന്ന വീഡിയോ ഇട്ടത് കൊള്ളത്തില്ലായിരുന്നു. തന്നെ എടുത്തിട്ടൊക്കെ ഞാൻ അമ്പലത്തിൽ വെച്ചൊക്കെ പല പ്രാവശ്യം ഉച്ചക്ക് ചോറിനുള്ള വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ടൊക്കെ ഇടാനായിട്ടൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ തിന്നുന്ന വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇച്ചിരി അച്ചാറും ചേർത്ത് കഴിക്കാം. അപ്പം നല്ല മഴയൊക്കെ വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഇങ്ങനെ ചക്കക്കൊലയൊക്കെ കഴിച്ച്, പിന്നെ ചക്ക മടല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ബജി ഉണ്ടാക്കാം. അപ്പോൾ അത് പറ്റിയെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിടാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കഴിക്കും. ഞാൻ ശർമ്മ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പം അമ്പലത്തിൽ പോകുന്നില്ല, അത് കാരണം സമയമുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ വേറെ ഉണ്ട്, മുഹമ്മയിലൊക്കെ പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ചെയ്യത്തുള്ളൂ. എന്തായാലും ഞാൻ അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ചക്കമടൽ എന്തിനാ വെറുതെ കളയുന്നത്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ എന്തെങ്കിലും ഒരു കറിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ പാത്രം കാലിയാക്കി. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.